ഡിജിറ്റൽ കാലഘട്ടത്തിൽ പുതിയ തലമുറയുടെ മുന്നേറ്റത്തിന് കരുത്ത് പകരുവാൻ വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ എല്ലാ ഹൈസ്കൂളുകളിലും കെ ഉണ്ണികൃഷ്ണൻ MLA നൂതന പദ്ധതി ഡിജിറ്റൽ ലൈബ്രറി സ്ഥാപിതമാകുന്നു. ഈ ലൈബ്രറികളുടെ ഉദ്ഘാടനം ജൂലൈ 29-ന് പള്ളിപ്പോട്ട് സെന്റ് മേരീസ് ഹൈസ്കൂൾ മൈതാനത്ത് നിയമസഭാ സ്പീക്കർ AN ഷംസീർ നിർവഹിക്കും. കെ ഉണ്ണികൃഷ്ണൻ MLA ചടങ്ങിൽ അധ്യക്ഷനാകും. വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഉപയോഗിക്കുന്നതിനായി ഏറ്റവും മികച്ച പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന വിശാലമായ ഡിജിറ്റൽ ലൈബ്രറിക്കൊപ്പം വിവിധ മേഖലകളിൽ വൈദഗ്ധ്യം നേടാനുതകുന്ന പരിശീലന പരിപാടികളും ഉണ്ടാകും. പ്രഗത്ഭരുടെ പ്രസിദ്ധമായവ തൊട്ട് ഏറ്റവും പുതിയ എഴുത്തുകാരുടെ വരെ പുസ്തകങ്ങൾ ലൈബ്രറിയിൽ കിട്ടും. നഗരത്തിലെയും ഗ്രാമപ്രദേശങ്ങളിലെയും വിദ്യാഭ്യാസ സൗകര്യങ്ങളിലെ വ്യത്യാസം ഈ ലൈബ്രറി കുറയ്ക്കും. വായനാശീലത്തെ അത് പ്രചോദിപ്പിക്കുന്നു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് പുറമെ വീട്ടമ്മമാർ, തൊഴിലന്വേഷകർ, വയോധികർ, സാധാരണക്കാർ തുടങ്ങി ഏവർക്കും ഈ ലൈബ്രറി പ്രയോജനപ്രദമാകും. വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ എല്ലാ ഹൈസ്കൂളുകളിലും ഈ ലൈബ്രറി സ്ഥാപിക്കുന്നതോടെ ഡിജിറ്റൽ ലൈബ്രറിയുള്ള സംസ്ഥാനത്തെ ഏക മണ്ഡലമായി വൈപ്പിൻ മാറും. മണ്ഡലത്തിൽ ഇതിനാകെ ചിലവ് 2.5 കോടി രൂപയാണ്. 20 ഹൈസ്കൂളുകൾ മണ്ഡലത്തിലുണ്ട്. ഉദ്ഘാടന സമ്മേളനത്തിൽ കേരള സ്റ്റേറ്റ് ബുക്ക് മാർക്ക് സെക്രട്ടറി എബ്രഹാം മാത്യു ആമുഖ പ്രഭാഷണവും BPCL ജനറൽ മാനേജർ ജോൺസൺ K മുഖ്യപ്രഭാഷണവും നടത്തും. കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ മോൺ റോക്കി റോബിൻ കളത്തിൽ മുഖ്യാതിഥിയാകും. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ, DD വിദ്യാഭ്യാസം സുബിൻ പോൾ, കെറ്റ് കോർഡിനേറ്റർ അജി ജോൺ, BPCL CSR ഹെഡ് ജോർജ് തോമസ്, CP പള്ളിപ്പുറം, റിലയൻസ് ജിയോ അസോസിയേറ്റ് വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ, സ്മാർട്ട് സൊല്യൂഷൻസ് MD ഗോകുൽ ഗോവിന്ദ്, ഹെഡ് മാസ്റ്റർ സേവ്യർ PA, സ്കൂൾ ലീഡർ ആൻഡ്രിക് ജെയ്സൺ എന്നിവർ സംസാരിക്കും. ജിത ജോണി, ഭാസ്കരൻ അയ്യമ്പിളി എന്നിവരെ ആദരിക്കും. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടക്കുമെന്ന് കെ ഉണ്ണികൃഷ്ണൻ MLA എറണാകുളം പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതിന് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുള്ള എല്ലാ മാറ്റങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ നവകേരളത്തിൻ്റെ നിർമ്മിതിയുടെ പാതയിലാണ് കേരളം. അപ്പം അതിനോട് ചേർന്ന് നിൽക്കുന്നൊരു മഹത്തായ സംരംഭത്തിന് വൈപ്പിൻ മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ തുടക്കം കുറിക്കുകയാണ്. പ്രധാനമായും ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറിയും അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളായി 20ഓളം വരുന്ന കലാലയങ്ങളാണ് മണ്ഡലത്തിലുള്ളത്. ആ മണ്ഡലത്തിൽ എല്ലാ വിദ്യാലയങ്ങളിലുമായി ഈ ലൈബ്രറികൾ സ്ഥാപിക്കുന്ന സംരംഭമാണ്, അതിനാണ് തുടക്കം കുറിക്കുന്നത്. ഓരോ ഈ ലൈബ്രറി ഒരു വിദ്യാലയത്തിൽ സ്ഥാപിക്കുന്നതിന് കണക്കാക്കിയിട്ടുള്ളത് ഏകദേശം 12,33,000 രൂപയാണ് കണക്കാക്കിയിട്ടുള്ളത്. അങ്ങനെ 20 സ്ഥലങ്ങളിലായി ഇത് സ്ഥാപിക്കുമ്പോൾ ഏതാണ്ട് 2.5 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനുള്ള ഒരു ഗവൺമെൻറ് ഉത്തരവുണ്ട്. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ MLA ഫണ്ടിൽ നിന്നുള്ള പണം ഉപയോഗിച്ചും അതുപോലെ തന്നെ BPCLൻ്റെ CSR ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടുമാണ് ഈ 2.5 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുന്നത്. ഈ പദ്ധതി നടപ്പാക്കുന്നത് വഴി ഒറ്റപ്പെട്ട ഏതെങ്കിലും വിദ്യാലയങ്ങളിൽ ഈ ലൈബ്രറികൾ കേരളത്തിൻ്റെ ഏതെങ്കിലും മണ്ഡലത്തിൽ കണ്ടേക്കാമെങ്കിലും 100% ഒരു മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ ഈ ലൈബ്രറി സ്ഥാപിക്കുന്നത് ആദ്യത്തെ ഒരു സംരംഭമായിരിക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. മറ്റൊരു മണ്ഡലങ്ങളിലും 100% ഇതുപോലെ ഈ ലൈബ്രറി സ്ഥാപിക്കുന്ന ഒരു ചരിത്രമില്ല. ഇതൊരു ആദ്യത്തെ ചരിത്രമാണ്. ഇതൊരു ധന്യ നിമിഷമായിട്ടാണ് ഞാൻ കാണുന്നത്. പൊതുസമൂഹവും വിദ്യാർത്ഥികളും അത് സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്.